രാജ്യത്തെ ഒരു സംസ്ഥാനത്തെയും നരേന്ദ്രമോദിയും കേന്ദ്രവും കൈവിട്ടിട്ടില്ല എന്ന് അഭിമാനത്തോടെ തന്നെ പറയാം. അപവാദം പറയുന്നവരെല്ലാം പടിക്ക് പുറത്താണ്. അവർ ഭാഗമാകട്ടെ ആദ്യം ഹർ ഘർ തിരങ്കയ്ക്കൊപ്പം. അങ്ങനെ അവർ തെളിയിക്കട്ടെ തങ്ങളും അഖണ്ഡ ഇന്ത്യയുടെ ഭാഗമാണെന്ന്. അത്ര കണ്ട് രാജ്യസ്നേഹം തുളുമ്പുന്ന ദൃശ്യങ്ങളാണ് പലയിടത്തു നിന്നും ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ മറന്നുപോയെന്ന് നാഴികയ്ക്ക് 100 വട്ടം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവർ അരുണാചൽ പ്രദേശിലെ ഈ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണണം. അരുണാചൽ പ്രദേശിന്റെ വികാരമായി ഇന്ത്യൻ ദേശീയ പതാക പാറിപ്പറന്നപ്പോൾ ഹർ ഘർ തിരങ്ക ക്യാമ്പയിന്റെ വിജയങ്ങളിൽ ഒന്നായത്. 600 അടി നീളമുള്ള ദേശീയ പതാക വഹിച്ചുകൊണ്ട് 2000 സ്കൂൾ വിദ്യാർത്ഥികളാണ് അരുണാചലിലെ കിഴക്കൻ കമങ്ങിലെ സെപ്പ പ്രദേശത്ത് തിരങ്ക റാലി സംഘടിപ്പിച്ചത്. ഈ വീഡിയോ മുഖ്യമന്ത്രി പേമ ഖണ്ഡു എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബിജെപിയുടെ കാൽപ്പാടുകൾ എത്ര കണ്ട് ആഴത്തിൽ പതിയുന്നു എന്നതിന് പ്രതിപക്ഷത്തിന് ചുട്ട മറുപടി കൂടിയാണിത്. ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സന്തോഷം പങ്കിട്ട് റീപോസ്റ്റ് ചെയ്തു. ഓരോ പൗരന്റെയും ഹൃദയത്തിൽ ദേശസ്നേഹം ആഴത്തിൽ വേരൂന്നിയ ഒരു നാടാണ് അരുണാചൽ പ്രദേശ് എന്ന് അദ്ദേഹം കുറിച്ചു. സംസ്ഥാനത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ മഹാറാലി എന്നും ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ എത്ര ആവേശത്തോടെ ഏറ്റെടുക്കുന്നു എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുന്നു. സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഫോട്ടോകൾ ത്രിവർണ്ണ പതാകയാക്കി മാറ്റണമെന്നും വീടുകളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തി ചിത്രങ്ങൾ പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ലക്ഷ്യം മറ്റൊന്നുമല്ല, അയൽ രാജ്യങ്ങളിലെ നമ്മുടെ ഉറ്റമിത്രങ്ങൾക്കെതിരെ ഗൂഢശക്തികൾ ആക്രമണം രൂക്ഷമാക്കുമ്പോൾ ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന് കാണിക്കാൻ ഈ ഹർ ഘർ തിരങ്കയല്ലാതെ മറ്റൊന്നിനുമാകില്ല. അമിത്ഷാ അടക്കം മന്ത്രിമാർ തങ്ങളുടെ ഡൽഹിയിലെ ഭവനങ്ങൾക്ക് മുന്നിൽ ദേശീയ പതാക ഉയർത്തി ഹർ ഘർ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു.